എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷയുടെ രണ്ടാമത്തെ കാറ്റഗറിയിൽ സാമൂഹ്യശാസ്ത്രത്തിലെ ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ ഡയറക്ടറും അധ്യാപക പരീക്ഷകളിലെ പരിശീലകനുമായ എൻ സുധീഷ്. കാറ്റഗറി 2-ലെ ഭൂമിശാസ്ത്ര ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് 12 മാർക്കിന്റെ ചോദ്യങ്ങൾ ആണ് വരുന്നത്. ചോദ്യങ്ങൾ വരുന്ന മേഖലകളിൽ പ്രധാനമായവ സൗരയൂഥം. ഇവിടെ നിന്ന് സാധാരണയായി ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനവും സവിശേഷതകളും പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് ഭൂമിയുടെ ആകൃതി, വലുപ്പം, ഉള്ളറ എന്നീ ഭാഗങ്ങളിൽ നിന്ന് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അക്ഷാംശ രേഖകൾ, സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഭൂപടം, ഭൂപടങ്ങളിലെ നിറങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ആവർത്തിച്ച് കണ്ടുവരുന്നുണ്ട്. കാലാവസ്ഥ, ഊഷ്മാവ്, ആഗോള മർദ്ദമേഖലകൾ, മഴ, കാറ്റ് തുടങ്ങിയ ഭാഗങ്ങൾ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന മേഖലകളാണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ, കാർഷിക വിളകൾ, ജനജീവിതം, വ്യവസായം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഒരു ചോദ്യവും പ്രതീക്ഷിക്കേണ്ടതാണ്. കാറ്റഗറി 2 സാമൂഹ്യശാസ്ത്രം പരീക്ഷയിൽ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ നിന്ന് 8 ചോദ്യങ്ങൾ നമുക്ക് സാധാരണയായി വരാറുണ്ട്. ഈ വിഷയത്തിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ: ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളായ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ ചരിത്രം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ സംഭാവനകൾ എന്നിവയാണ്. 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു എന്നിവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പാർട്ടുകൾ, ആർട്ടിക്കിൾസ് എന്നിവയും ചോദ്യമേഖലകളാണ്. ഇവിടെ മുൻഗണന നൽകേണ്ടത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടു വരുന്ന ആർട്ടിക്കിൾസിനാണ്. അതുപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച്, അതായത് ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി എന്നിങ്ങനെ തരംതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ, രാജ്യസഭ, ലോകസഭ, സുപ്രീം കോടതി എന്നിവയെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതി, പ്രായം, യോഗ്യത, ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ എന്നിവ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. വികേന്ദ്രീകൃത ആസൂത്രണം, സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമസഭകൾ തുടങ്ങിയ താഴെത്തട്ടിലുള്ള ഘടകങ്ങൾ വരെ കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യാവലിയിൽ ഉൾക്കൊള്ളുന്നു. കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയുടെ ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് അധ്യാപക പരീക്ഷകളിലെ പരിശീലകൻ എൻ സുധീഷ്. നാളെ കേട്ടറ്റ് പരീക്ഷയുടെ സോഷ്യൽ സയൻസ് പെഡഗോഗി വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.